അവസാനിച്ചു എന്ന് കരുതിയ ഇടങ്ങളിൽ ഒരു പുതിയ തുടക്കം സാധ്യമാണ് എന്ന് തെളിയിച്ച സമയമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ജീവിതത്തിൽ പല ആവർത്തി എല്ലാം കഴിഞ്ഞു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ, പല ആളുകൾ നമ്മെ കളിയാക്കുമ്പോൾ, താങ്ങും തണലുമാകുമെന്ന് പ്രതീക്ഷിച്ച പലരും പെട്ടെന്ന് തങ്ങളുടെ കൈകളെ മലർത്തുമ്പോൾ, സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു മാറുമ്പോൾ, അതെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു ആശയാണ്, എല്ലാം അവസാനിച്ചു, നീ പ്രതീക്ഷയ്ക്കൊരു വകയില്ല, എല്ലാം തീർന്നു. എന്നാൽ തീർന്നു പോയി എന്ന് വിചാരിച്ച ഇടത്തു നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരുവനുണ്ട്. ഒരു കാര്യം ഞാൻ ഇന്ന് പറയട്ടെ, ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ. നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ, ഒരു പുതിയ തുടക്കം തരാൻ യേശുവിന് സാധ്യമാണ്. അതെ, അതാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന ഉറപ്പ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂപ്രയാണത്തിൽ അവരുടെ പ്രാരംഭ സമയത്ത് അവർ നേരിട്ട ഒരു അനുഭവമാണ് മാറയുടെ അനുഭവം. അതുവരെയും അവരുടെ മുൻപിൽ മറച്ചു വച്ചിരുന്ന വൃക്ഷത്തെ ദൈവം മോശയ്ക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ചില സമയത്തേക്ക് മറച്ചു വെക്കുന്ന നമ്മെ പിന്നത്തേതിൽ അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും ആകത്തക്ക വിധത്തിൽ മറ നീക്കി വെളിപ്പെടുത്തുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. ആകയാൽ ഒരൽപ്പം പോലും നിരാശപ്പെട്ടു പോകരുതേ. ദൈവം നിങ്ങളെ തെളിയിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുൻപിലുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന ഉറപ്പ്. ദൈവം നിങ്ങളെ വെളിപ്പെടുത്തും. മരണത്തെ ജയിച്ച ജയാളിയായ യേശു കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. അവനിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ നിശബ്ദതയുടെയും നിരാശയുടെയും സ്ഥിതികളെ മാറ്റി നമ്മെ മറ്റുള്ളവർക്കൊരു അത്ഭുതമാകത്തക്ക വിധത്തിൽ നമ്മെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.